സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. CPIM പൈക്കാട്ടുമല ബ്രാഞ്ച് ഓഫീസിനും പുതുപ്പണം പാലിയേറ്റീവ് യൂണിറ്റിനുമായി നിർമ്മിച്ച പൈക്കാട്ടുമല സെന്റർ കെട്ടിടം മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. PK ബാലകൃഷ്ണൻ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി TP ഗോപാലൻ പതാക ഉയർത്തി. ആ നയത്തിനെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്താൻ, ആ നയത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുകൊള്ളുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മതവർഗീയ അജണ്ടകളും കപട ദേശീയതയും ഒക്കെ പല രാജ്യങ്ങളും പ്രചരിപ്പിക്കുന്നു. ഇന്ത്യയിലും സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമായി അത്തരം പ്രചരണങ്ങൾ ശക്തമായി നടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ രാജ്യത്ത് ഇത്തരം അപകടകരമായ സാഹചര്യം ഉയർന്നു വരുമ്പോൾ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കുന്നത് അതിനെതിരെ വലിയ നിലയിലേക്കുള്ള വികാരം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. പെഹൽഗാമിൽ നടന്ന സംഭവം രാജ്യമൊരു ഭീകരാക്രമണത്തിന്റെ മുൾമുനയിൽ നിന്ന സമയമാണ്. ലോകം മുഴുവൻ പഹൽഗാമിലേക്ക് ഒറ്റുനോക്കിയ ദിവസങ്ങളായി. കേന്ദ്ര സർക്കാർ അധികാര പരിധിയിലുള്ള കാശ്മീരിൽ ഭീകരർ സാധാരണക്കാർക്ക് നേരെ ഉയർത്തിയതിനെതിരെ, ഭീകരവാദത്തിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിന്നു. നമ്മുടെ പാർട്ടി അതിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു. നമ്മളെല്ലാവരെയും സങ്കടപ്പെടുത്തുന്നതാണ് ആ സംഭവം എന്നാണ് നമുക്കറിയാം. എന്നാൽ അതിനെ എല്ലാവരും ഒറ്റക്കെട്ടായി നേരിടുകയാണ്. അവിടെയും മതവർഗീയതയുടെ രാഷ്ട്രീയം പ്രയോഗിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള ശ്രമമാണ് ഉത്തരവാദിത്തപ്പെട്ട രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തി വന്നിട്ടുള്ളത്. ജനങ്ങളുടെ ഐക്യം തകർക്കാൻ ഇതിലൂടെ എങ്ങനെ സാധിക്കും, ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഇതിലൂടെ എങ്ങനെ സാധിക്കും എന്നുള്ള നിലപാടാണ് കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ നേരത്തെ ഇന്ത്യ പുലർത്തിയിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. കാശ്മീർ വിഷയത്തിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടുന്ന സ്ഥിതിയുണ്ടായി. നേരത്തെ മൂന്നാം കക്ഷി ഇടപെടുന്നതിനെ നമ്മൾ എതിർത്തിരുന്നു. അമേരിക്ക മുമ്പ് ഇടപെടാൻ നോക്കിയപ്പോൾ കാശ്മീർ വിഷയത്തിൽ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം എന്ന മറുപടിയായിരുന്നു ഇന്ത്യ നൽകിയിരുന്നത്. എന്നാൽ ഒറ്റയടിക്ക് നരേന്ദ്രമോദി അമേരിക്കക്ക് അടിയറ പറയുന്ന സമീപനം സ്വീകരിച്ചു. ഇവരുടെ ദേശീയവാദം മുഴുവൻ കപടവാദമാണ്, കപടതയാണെന്ന് തെളിയിക്കുന്നതാണ് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന M. കേളപ്പന്റെയും MM. ശങ്കരന്റെയും ഛായാചിത്രം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. ഭാസ്കരൻ അനാച്ഛാദനം ചെയ്തു. പാലിയേറ്റീവ് ഓഫീസ് KK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. ഭാസ്കരൻ, ഏരിയ സെക്രട്ടറി TP ഗോപാലൻ, M. രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. MP. മനോജ് സ്വാഗതവും V. ശൈലജ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന കുടുംബസംഗമം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. K. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. പാലിയം മണിയൂർ സെക്രട്ടറി KP ദിലീപ്, KK നാരായണൻ എന്നിവർ പാലിയേറ്റീവ് ക്ലാസ് എടുത്തു. KV സുരേന്ദ്രൻ സ്വാഗതവും സിന്ധു വിനയൻ നന്ദിയും പറഞ്ഞു. CH നാണു, KP അശോകൻ, PK ബാലകൃഷ്ണൻ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു. കുട്ടികളുടെ കലാപരിപാടികൾ, നീതിന്യായം, നാടകം എന്നിവയും അരങ്ങേറി. പോലെ എണ്ണമറ്റ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. നിരവധി പേർ ജയിലിൽ കിടന്നു. 42ാമത്തെ വയസ്സിലാണ് ഒളിവിൽ കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായിരുന്ന സഖാവ് P. കൃഷ്ണപിള്ള പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്. 42ാമത്തെ വയസ്സ്. സഖാവ് EMS കുടുംബവക സ്വത്തുവിറ്റ് കിട്ടിയ പണം മുഴുവൻ പാർട്ടിക്ക് കൊടുത്തു. എത്രയാണെന്നാണ് നിങ്ങൾ ഊഹിക്കുന്നത്? 1948 50,000 ഉറുപ്പികയാണ് EMS കൊടുത്തത്.